and welcome back. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA BSc ഫസ്റ്റ് സെം സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പേപ്പർ പ്രോസ് ആൻഡ് ഡ്രാമ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. 2 ടെക്സ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ. ഗദ്യതാരയും അത് പ്രോസ് ടെക്സ്റ്റാണ്, സക്കുബായി ഡ്രാമ. ഈ 2 ടെക്സ്റ്റിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഇതിനു വേണ്ടി തന്നെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 23 വീഡിയോസ് ഗദ്യതാര ബേസ് ചെയ്തും 11 വീഡിയോസ് സക്കുബായിനെ ബേസ് ചെയ്തും കാണാനിടയാവും. സക്കുബായി 10 വീഡിയോസ് 10 എപ്പിസോഡായിട്ടാണ് ആ ഡ്രാമ തീർത്തിരിക്കുന്നത്. പ്ലസ് 11th വൺ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അലോങ് വിത്ത് ക്യൂക്ക് റിവിഷൻ. ഗദ്യതാരയിൽ 23 വീഡിയോസാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗദ്യതാരയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇതിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ ലാസ്റ്റ് ഇയർ നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും. എക്സാം പരിചയപ്പെടാം. 2.5 മണിക്കൂറിൻ്റെ എക്സാമാണ്. മാക്സിമം മാർക്സ് 80. പാർട്ട് എയിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 10 ക്വസ്റ്റ്യൻസ് ഇവർ ഗദ്യതാരയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്, 5 ക്വസ്റ്റ്യൻസ് സക്കുബായിൽ നിന്ന്. അപ്പോൾ ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ വെയിറ്റേജ് കൂടുതൽ, ഓൾമോസ്റ്റ് ഡബിൾ വെയിറ്റേജ് ഗദ്യതാരയിൽ നിന്നാണ്. 10 ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസേഴ്സാണ് എഴുതേണ്ടത്, അത് ഗദ്യതാരയിൽ നിന്നാണ്. ഈ 15 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എഴുതാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഒരു ടോട്ടൽ മാർക്കിന് ക്യാപ്പിംഗ് ഉണ്ട്. 2 മാർക്സ് ഈച്ചാണ് ഒരു ക്വസ്റ്റ്യന്. 15 ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ 30 മാർക്ക് കിട്ടില്ല. മാക്സിമം 25 മാർക്സ് സ്കോർ ചെയ്യാം. അപ്പോൾ ഈ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫസ്റ്റ് പാർട്ട് എയിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 15ഉം നിങ്ങൾക്ക് വേണേൽ ആൻസർ ചെയ്യാം, ടു ബി ഓൺ ദ സേഫർ സൈഡ്. പക്ഷേ 30 മാർക്സ് 15 into 2 30 മാർക്സ് കിട്ടത്തില്ല. 25 മാർക്സ് വരെ മാക്സിമം സ്കോർ ചെയ്യാം. കോഴ്സ് കോഡ് ശ്രദ്ധിക്കുക, HIN 1A07. കോഴ്സ് ടൈറ്റിൽ പ്രോസ് ആൻഡ് ഡ്രാമ. എല്ലാ എക്സാം എഴുതുന്നതിന് മുമ്പും ഈ ഒരു പേപ്പർ, പർട്ടിക്കുലർ പേപ്പർ ആണോ നിങ്ങളുടെതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എക്സാം എഴുതാൻ. ഓക്കെ, പാർട്ട് എയിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹരിബിന്ദിനെ ബേസ് ചെയ്താണ്. ഹരിബിന്ദി കഹാനി മേ ലേഖിക ക്യാ സന്ദേശ് ദേനാ ചാഹത്തി ഹൈ. അപ്പോൾ ഹരിബിന്ദി കഹാനി की ലേഖിക कौन है? മൃദുല ഗർഗ്. ഇതെന്തിനെ ബേസ് ചെയ്തുള്ളൊരു സ്റ്റോറിയാണ്? നാരി സ്വാതന്ത്ര്യ, നാരി ചേതന पर आधारित एक कहानी है. എന്ത് സന്ദേശ് ദേനാ ചാഹത്തി ഹൈ എന്ന ചോദ്യം. സന്ദേശ് ഇത്രയേ ഉള്ളൂ, മെസ്സേജ് ഇതാണ്: നാരി ഭി പുരുഷ് की तरह अपनी ജിന്ദഗി अपने तरीके से जीने की इच्छुक है. സ്ത്രീക്കും തൻ്റെ ജീവിതം, തൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തൻ്റേതായ രീതിയിൽ ആസ്വദിക്കാനുള്ള അവകാശം ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ്, അല്ലെ ഒരു സന്ദേശമാണ് ഈ ഹരിബിന്ദി കഹാനി മേ ലേഖിക ദേനാ ചാഹത്തി ഹൈ. അതിൽ ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് എറർ ഉള്ളത് ഹരിബിന്ദി കി മേ എന്നാണ്, കഹാനി മേ ആയിരിക്കും, അത് തെറ്റിപ്പോയതാണ്. ഓക്കെ, പാർട്ട് എയിൽ തന്നെ 1 മോർ ക്വസ്റ്റ്യൻ ഹരിബിന്ദിനെ ബേസ് ചെയ്താണ്. 9th വൺ, ഹരിബിന്ദി की नायिका हमें क्या सबक देती है. സബക്ക് ദേന എന്ന് വെച്ചാൽ നമ്മളൊരു പാഠം പഠിപ്പിക്കുക. അങ്ങനെ ആക്ച്വലി പാഠം പഠിപ്പിക്കലല്ല, ഇതൊരു ബോധവൽക്കരണമാണ്. ഈ ഒരു സ്റ്റോറി സമൂഹത്തിൽ ഒരു ബോധവൽക്കരണമാണ്, ഒരു മെസ്സേജാണ്, സന്ദേശമാണ് നൽകുന്നത്. 2 പേർക്ക് 2 ഡിഫറെൻറ്റ് സന്ദേശമാണ് നൽകുന്നത്. പുരുഷ് കാറ്റഗറിയിൽ പെട്ടവർക്ക് എന്ത് മെസ്സേജാണ് ഇത് നൽകുന്നത്? ക്യാ സന്ദേശ് ദേത്തി ഹൈ कि സ്ത്രീ भी മനുഷ്യ है, ഉസേ भी अपने तरीके से जीने का अधिकार है. സ്ത്രീകളും മനുഷ്യരാണ്, അവർക്കും കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും സന്തോഷങ്ങളും അഭിപ്രായങ്ങളും കാണും. അതിനെ മാനിക്കാൻ പഠിക്കുക. സ്ത്രീകൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ രീതിയിൽ ആസ്വദിക്കാനുള്ള ഒരു അവകാശം നിങ്ങൾക്കും ഉണ്ട്. അത് ഇതിലൊരു സ്റ്റോറിയിൽ ഒരു ഇൻസിഡൻറ്റിൽ പറയുന്നുണ്ട്. ഈ രാജൻ, ഈ നായികയുടെ ഹസ്ബൻഡ് ഒരു ദിവസത്തേക്കിന് ഡൽഹിയിലേക്ക് പോകുന്നതും ആ ഒരു ദിവസം, ആ ഒരൊറ്റ ദിവസം ആ സ്ത്രീ തീരുമാനിക്കുന്നു, ഞാൻ ഇന്ന് എൻ്റെ രീതിയിൽ എണ്ണയിക്കും, എൻ്റെ രീതിയിൽ വസ്ത്രധാരണം ചെയ്യും, എൻ്റെ രീതിയിൽ ആഭരണങ്ങളിടും, എനിക്കിഷ്ടമുള്ളിടത്ത് ഞാനൊന്ന് പോകും. ചെറിയ ആഗ്രഹമാണ്, അത് വല്ലാത്ത വീർപ്പുമുട്ടലിൽ നിന്നുണ്ടായ ഒരു സ്വാതന്ത്ര്യബോധമാണ്. ഈ പ്രഷർ കുക്കറിൽ വല്ലാതെ പ്രഷർ നിറയുമ്പം വിസിൽ മുകളിൽ നിന്ന് പ്രഷർ റിലീസ് ചെയ്യുന്ന പോലെ ഈ സ്ത്രീക്ക് തനിക്കിഷ്ടമുള്ള ആഭരണം ഇടാൻ ഒക്കുന്നില്ല, തനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഒക്കുന്നില്ല. എല്ലാത്തിലും രാജൻ്റെ ഒരു ഇടപെടൽ.
അതിൽ നിന്ന് ഒരു ദിവസത്തേക്കെങ്കിലും ഒരു മോചനം. എന്നിട്ട് അവിടെ പ്രതീക്ഷിക്കാതെ ഒരു പുരുഷനെ കണ്ടുമുട്ടുന്നു. മറ്റ് പുരുഷന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പുരുഷനെ കണ്ടുമുട്ടുന്നു. അദ്ദേഹവുമായിട്ട് ഒരു സിനിമ, യാദൃശ്യമായിട്ട് ഒരേ തിയേറ്ററിൽ ഇവർ സിനിമ കണ്ട് ആസ്വദിക്കുന്നു, ചായ കുടിക്കുന്നു, ഒരേ ടാക്സി ഷെയർ ചെയ്യുന്നു, പിരിയുന്നു. പക്ഷേ മറ്റ് പുരുഷന്മാരെ പോലെ ഇവരുടെ കാര്യങ്ങളെപ്പറ്റി, ഇവരുടെ ജീവിതത്തെപ്പറ്റി ചോദിച്ചറിയാനോ, ഇവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാനോ, അല്ലെ ഇവർ കൊള്ളാം, ഇവർ സുന്ദരിയാണ്, ഇവരെ ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ഒന്നും പറയാതെ വേർപിരിയുന്ന ഒരു പുരുഷനെ കണ്ടുമുട്ടുന്നു. അതാണ് ഈ ഹരിബിന്ദിയിൽ ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ. അതാണ് ഈ ഹരിബിന്ദിയുടെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ. അതിൽ അഭിവ്യക്ത നാരീ ചേതന. നമ്മൾ ഇതോടൊപ്പം തന്നെ പാർട്ട് ബിയിൽ ഹരിബിന്ദിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് പോവാം. പാർട്ട് ബിയിൽ നോക്കി 18th ക്വസ്റ്റ്യൻ. പാർട്ട് ബിയിൽ 18th ക്വസ്റ്റ്യൻ ഹരിബിന്ദി മേ അഭിവ്യക്ത നാരീ ചേതന. ആ സ്റ്റോറി ആസ് സച്ച് ഫുള്ളി നാരീ ചേതനയാണ്. അപ്പോൾ അതിൽ പറയുന്നത് മുഴുവനും സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീയുടെ ഒരു ജീവിക്കാനുള്ള, തൻ്റേതായ രീതിയിൽ ജീവിതം ആസ്വദിക്കാനുള്ള ഒരു അവകാശം, അതാണ് ആ ഒരു സ്റ്റോറി ഫുള്ളി. അപ്പോൾ സ്റ്റോറി ലൈൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ കഥയിൽ നായികയ്ക്ക് പേരില്ല. അതിതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ബിക്കോസ് അവർ എല്ലാ സ്ത്രീകളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. അവരുടെ ഹസ്ബൻഡിന് പേരുണ്ട് രാജൻ. പിന്നെ ഈ രാജൻ അവരുടെ ഡ്രസ്സിങ്ങിലും ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യുന്നതിലും അവർ കാണുന്ന ഫിലിമിനെ പറ്റിയും എല്ലാത്തിലും ഇടപെടുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ് ഹസ്ബൻഡ്. അത് സ്ത്രീക്ക് ഒരു വീർപ്പുമുട്ടലാണ്. അതാണ് ഈ ഒരു സ്റ്റോറി കൺവേ ചെയ്യുന്നത്. അതാണ് നാരീ ചേതന. ഇതിലെ അഭിവ്യക്ത ഹരിബിന്ദി മേ അഭിവ്യക്ത നാരീ ചേതന എന്താണ്? നാരി കെ ഹർ ബാത് മേ പുരുഷ് കാ ഇസ് പ്രകാർ അധികാർ ജത്താന, അല്ലെങ്കിൽ പുരുഷൻ്റെ ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും സ്ത്രീയുടെ മുകളിൽ വെച്ചേൽപ്പിക്കുക, അത് നാരീ ചേതനയ്ക്ക് വിരുദ്ധമാണ്. ഇതാണ് ഹരിബിന്ദിയിൽ മൃദുല ഗർഗ് അഭിവ്യക്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ കാണുന്നത് ശവയാത്രാമേ കിസ്കി അർത്ഥി ഉഠ് റഹി ഹെ. ശവയാത്രയിൽ ആരുടെ ശവയാത്രയാണ് നടക്കുന്നത്? കിസ്കി അർത്ഥി ഉഠ് റഹി ഹെ. അപ്പോൾ ശവയാത്ര നമ്മൾ ഒരു ദലിത് റൈറ്റർ ഓം പ്രകാശ് വാൽമീകിയുടെ വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ശവയാത്ര. യേ കഹാനി ദലിത് ചേതന സെ യുക്ത ഹെ. हरिबिंदी कहानी नारी चेतना से युक्त कहानी है. शव यात्रा दलित चेतना से युक्त कहानी है. इसमें किसकी अर्थी उठ रही है? एक छोटी सी बच्ची 10 साल की, 10 വയസ്സേ ഉള്ളൂ, 10 साल की സലോനി की अर्थी उठ रही है. ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ശവയാത്രാമേ കിസ്കി അർത്ഥി ഉഠ് റഹി ഹെ വേണേ നിങ്ങൾക്ക് പ്ലെയിനായിട്ട് ശവയാത്രാമേ സലോനി की അർത്ഥി ഉഠ് റഹി ഹെ എന്ന് എഴുതാം. അതിന് മാർക്ക് കിട്ടും. പക്ഷേ കുറച്ചുകൂടെ ഇംപ്രസീവായിട്ട് ദളിത് ലേഖക് ओम प्रकाश वाल्मीकि जी की कहानी शव यात्रा में एक 10 साल की छोटी सी बच्ची सलोनी की अर्थी उठ रही है जो कल्लन की बेटी थी. ഇങ്ങനെയും എഴുതാം. ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ വേ. 10th ക്വസ്റ്റ്യനും ശവയാത്രനെ ബേസ് ചെയ്താണ്. शवयात्रा में लेखक समाज की किस विसंगति की ओर इशारा करते हैं? ഈ ശവയാത്ര സ്റ്റോറിയിലൂടെ എഴുത്തുകാരൻ സമൂഹത്തിൽ നടക്കുന്ന എന്ത് കൊള്ളരുതായ്മയിലോട്ടാണ് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്? അപ്പോൾ ഓം പ്രകാശ് വാൽമീകി ജാതി വ്യവസ്ഥ മേ വ്യാപ്ത് വിസംഗതി की ओर इशारा करते हैं. ഈ കാസ്റ്റ് സിസ്റ്റം, ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ കല്ലൻ എന്ന ഒരു ബൽഹാർ കുടുംബത്തിൽപ്പെട്ട പയ്യൻ, അയാളെ ഒറ്റപ്പെടുത്തുന്നത് സവർണരല്ല. അതാണ് ഈ സ്റ്റോറിയുടെ ഹൈലൈറ്റ്. ചമാർ ജാതിയിൽപ്പെട്ട താണ ജാതിയിൽപ്പെട്ട തന്നെ ആൾക്കാരാണ് ഈ ബൽഹാർ കുടുംബത്തിനെ ഒറ്റപ്പെടുത്തുന്നത്, ജാതിയുടെ പേര് പറഞ്ഞ്. അതാണ് സമൂഹത്തിലെ ആ വിസംഗതി. ഇപ്പം നമ്മൾ ഹിന്ദു ഇതിൽ കാസ്റ്റ് സിസ്റ്റം ഉണ്ട്, അതിൽ സവർണരും ശൂദ്രരും ഉണ്ട്, ഈ ശൂദ്രരിലും പിന്നെ ശൂദ്രരുണ്ട് എന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഓം പ്രകാശ് വാൽമീകിയുടെ ശവയാത്ര. ഓക്കെ, നൗ വിൽ മൂവ് ഓൺ പാർട്ട് ബി. പാർട്ട് ബിയിൽ ശവയാത്രനെ ബേസ് ചെയ്ത് 17th ക്വസ്റ്റ്യൻ शवयात्रा में अभिव्यक्त जातिगत भेदभाव. ശവയാത്ര ഹോൾ സ്റ്റോറി ജാതിഗത് ഭേദ്ഭാവിനെ ബേസ് ചെയ്താണ്. കാസ്റ്റ് സിസ്റ്റം, തൊട്ടുകൂടായ്മ. ഈ ഒരു കല്ലൻ എന്ന വ്യക്തി ബൽഹാർ കുടുംബത്തിലായത് കാരണം
അയാളോടുള്ള അവഗണന. അയാൾ ടൗണിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ, ഗ്രാമത്തിൽ വരുമ്പോൾ ആരും ഈ കല്ലനോട് മിണ്ടാറില്ല. അതാണ് ജാതിഗത് ഭേദ്ഭാവ്, ഒറ്റപ്പെടുത്തുക. മനുഷ്യന് ഏറ്റവും വിഷമം വരുന്ന ഒരു കാര്യമാണ് സമൂഹത്തിൽ ഒറ്റപ്പെടൽ. അങ്ങനെ അവോയ്ഡ് ചെയ്ത് ഇൻസൾട്ട് ചെയ്യുക. പിന്നീട് ഈ കല്ലൻ്റെ അച്ഛൻ സുരജ, ഒരു വയസ്സായ വ്യക്തിയുടെ ഏക ആഗ്രഹം ഒരു കെട്ടുറപ്പുള്ളൊരു വീട് സ്വന്തമാക്കുക എന്നുള്ളത്. അത് സാക്ഷാത്കരിക്കാൻ പോകുമ്പോഴത്തേക്കിന് മറ്റ് ചമാർ ജാതിയിൽപ്പെട്ട എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് അവരെ ഇത് എങ്ങനെ ഏത് വിധേനയും ഈ വീട് പണി നടക്കാതിരിക്കാൻ നോക്കുക. വീട് പണിയുന്ന ആൾക്കാർ അങ്ങ് തിരിഞ്ഞു പോവുക, പറ്റത്തില്ല എന്ന് പറയുക. കാരണം അവർക്ക് പേടിയാണ് അവരുടെ ജീവൻ്റെ. അതിനുശേഷം ഈ സലോനിക്ക് രോഗം വരുമ്പം ഒരു കാളവണ്ടി പോലും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകാൻ. എന്തിനധികം പറയുന്ന ഡോക്ടർ പോലും, ഇവർ ബൽഹാർ കുടുംബത്തിലായത് കാരണം ഡോക്ടർ പോലും പേഷ്യൻറ്റിനെ നേരിട്ട് കാണുന്നില്ല, കൂട്ടാക്കുന്നില്ല, വീട്ടിലേക്ക് വരുന്നില്ല, അങ്ങോട്ട് കൊണ്ടുവരാനും സമ്മതിക്കുന്നില്ല. അയാൾ പറഞ്ഞ റീസൺ എന്താണ്? നിങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ പിന്നെ നാളെ എൻ്റെ കട പൂട്ടേണ്ടി വരും, എൻ്റെ ഹോസ്പിറ്റൽ പൂട്ടേണ്ടി വരും, ഇവിടെ പിന്നെ വേറെ ജാതിപ്പെട്ട ആൾക്കാർ വരില്ല. ഇതാണ് ജാതിഗത് ഭേദ്ഭാവ്. അതാണ് ഈ ശവയാത്രയിൽ ലേഖക് യഹി വ്യക്ത് करना चाहता है कि समाज में जाति व्यवस्था उसके भयंकर रूप में व्याप्त है. അതാണ് ശവയാത്ര. മൂവിങ് ഓൺ ടു പാർട്ട് സി, ശവയാത്ര കാ സാരാംശ് ലിഖിയെ. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യനാണ്. ശവയാത്ര കാ സാരാംശ്, റൈറ്റ് ഫ്രം ദ ബിഗിനിങ് നിങ്ങൾക്ക് ആ സ്റ്റോറിയെ പറ്റി അറിയാവുന്നതെല്ലാം തന്നെ എഴുതാം. ഈ കല്ലൻ ചെറിയ പ്രായത്തിൽ നാട് വിട്ടു പോകുന്നു, പിന്നീട് റെയിൽവേയിൽ ജോലിയാകുന്നു. അവിടെ ഒരു റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ മകളെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ കല്ലൻക്ക് ജീവന്മേ പരിവർത്തൻ ആത്താ ഹെ. കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ നാച്ചുറലി അയാളുടെ ലൈഫും ഇമ്പ്രൂവ് ആവുന്നു. 2 മക്കളുണ്ടാവുന്നു, സലോനിയും പിന്നെ ഒരു മകനും ഉണ്ട്. പിന്നീട് കല്ലൻ ഗ്രാമത്തിൽ വരുന്ന സംഭവങ്ങൾ, ഗ്രാമത്തിലുള്ളവർ ഒറ്റപ്പെടുത്തുന്നത്. കല്ലൻ്റെ അച്ഛന് ഗ്രാമത്തിലൊരു ഉറപ്പുള്ള വീട് വെക്കാൻ ആഗ്രഹം, പക്ഷേ കല്ലൻ അതിനോട് താല്പര്യമില്ലായിരുന്നു. അച്ഛനെയും തൻ്റെ പെങ്ങളുടെ പേര് സന്തോ, ഒരു വിധവയാണ്. പെങ്ങളെയും കൂടെ കൂട്ടി ഡൽഹിയിൽ ടൗണിൽ താമസിക്കാനായിരുന്നു കല്ലൻ ആഗ്രഹം. പക്ഷേ അച്ഛൻ്റെ ആഗ്രഹം അവിടെ തന്നെ ഒരു വീട് വെക്കണമെന്ന്. അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹത്തിനെ മാനിച്ച് കല്ലൻ പൈസ മുടക്കി അവിടെ ഒരു വീട് വെക്കാൻ തീരുമാനിക്കുന്നു. അത് നാട്ടുകാരായ അന്യജാതിയിൽപ്പെട്ട, അതും താണജാതിയിൽപ്പെട്ട ആൾക്കാർ തന്നെ എതിർക്കുന്നു. പിന്നീട് വളരെ ട്രാജിക്കായിട്ട് കല്ലൻ്റെ മകൾക്ക് പനി വരുന്നു, ഡോക്ടർ കാണാൻ കൂട്ടാക്കുന്നില്ല. ഓർ ഉസ് 10 സാൽ കി ബച്ചിക്ക് മൃത്യു ഹോ ജാത്തി ഹെ. ഇതാണ് ശവയാത്രയുടെ സാരാംശം. ഓക്കെ, ഇനി സോനാ ഹിർണി, മഹാദേവി വർമ്മയുടെ സോനാ ഹിർണിനെ ബേസ് ചെയ്ത് 4th ക്വസ്റ്റ്യൻ നോക്കൂ. സോന മഹാദേവി കെ ഘർ कैसे पहुंची. എങ്ങനെയാണ് സോന മഹാദേവിയുടെ വീട്ടിൽ എത്തിയത്? शिकारियों ने सोना की माँ को मार डाला था और उस मृत हिरनी से चिपटे हुए उस छोटे से शावक को वे शिकारी जीवित उठा लाए थे. कुछ दिन उसे पाला पोसा और उन्हीं में से एक बालिका ने उस हिरण शावक को महादेवी के घर पहुंचाया. വേട്ടക്കാർ ഈ സോനയുടെ അമ്പെയ്ത് വീഴ്ത്തുകയും ആ സമയത്ത് ഈ കൊച്ചു സോനായെ വീട്ടിലേക്ക് കൊണ്ടുവരികയും അവിടുന്ന് കുറച്ച് നാൾ അവർ നോക്കി കൗതുകത്തിന്. പക്ഷേ പിന്നീട് അവിടുത്തെ തന്നെ ഒരു പെൺകുട്ടിക്ക് മഹാദേവി വർമ്മയെ പറ്റി ഓർമ്മ വരികയും മഹാദേവി വർമ്മയുടെ അടുത്ത് കൊണ്ടാക്കുകയും ചെയ്തു. അങ്ങനെയാണ് സോന മഹാദേവി കെ ഘർ പहुंचती है. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോന കാ റൂപ് कैसा था. സോനയുടെ റൂപ്പ്, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. കാരണം ആസ് സച്ച് ഇതൊരു രേഖാചിത്രമാണ്. അപ്പം വാക്കുകൾ കൊണ്ട്, ശബ്ദങ്ങൾ കൊണ്ട് മനോഹരമായ ചിത്രം വരയ്ക്കുന്നതാണ് രേഖാചിത്രൻ്റെ ആ ഒരു സക്സസ്. ഇതിൽ സോനയുടെ 2 ടൈപ്പ് എന്ന് വെച്ചാൽ ഇതിൽ സോനയുടെ 2 അവസ്ഥയുടെ വർണ്ണനം ചെയ്തിട്ടുണ്ട്. ഒന്ന് ബാല്യാവസ്ഥയിൽ, അതിൽ പറയുന്നത് സുൻഹരെ രംഗ് കെ രേഷ്മി ലച്ചോं की गांठ के समान उसका शरीर था. सोना का शरीर कैसे था? सुनहरे रंग के, गोल्डन कलर रेशमी लच्छों की गांठ के समान. സിൽക്ക് നൂല്, ഗോൾഡൻ കളറിലെ സിൽക്ക് നൂലിരിക്കുന്ന പോലെയായിരുന്നു. ബഡി ബഡി പാനിദാർ ആഖേം ഥി, വലിയ കണ്ണുകൾ, വാട്ടറി ഐസ്. അത് സോനയുടെ ബാല്യകാലത്തിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വർണ്ണ നിറമായത് കാരണം സോന എന്ന് പേരിടുകയും ചെയ്തു. പിന്നീട് അത് യൗവനത്തിലെത്തിയപ്പോൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഉസ്കെ ശരീർ കെ പീതാഭ് റുവേ താമ്രവർണി ഝലക് ദേനെ ലഗി. പിന്നീട് അതൊരു കോപ്പറിഷ് കളറായി ടിഞ്ചായി മാറി. ടാങ്കെ സുഡോൽ ഥി ഓർ ഖുറോ മേ കാലേപ്പൻ കി ചമക് ആ ഗയി. അതെല്ലാം ഒരു അല്പം വലുതായതിനു ശേഷം. ആഖേ എങ്ങനെയാണ്?
आंखें എങ്ങനെയാണ് आंखों के चारों ओर खिंची कज्जल कोर में उसकी आंखें नीले गोलक के समान दिखने लगी और ഗ്രീവ ബങ്കിം और लचीली थी. ഇത്രയും വിശേഷതകളുണ്ട്. പക്ഷേ ഇതൊരു ചെറിയ ഷോർട്ട് ആൻസേഴ്സ് എഴുതിയാൽ മതി. അതുകൊണ്ട് ഇതെല്ലാം എഴുതണ്ട. सुनहरे रंग के रेशमी लच्छों के समान थी इसलिए वो उसकी आंखें पानीदार थी. അത്രയെങ്കിലും എഴുതണം. സ്പീഡിൽ എഴുതാൻ കഴിവുള്ളവർ ഫുള്ള് എഴുതിയാലും നഷ്ടമൊന്നുമില്ല. ഓക്കെ, പാർട്ട് ബിയിൽ സോനാക്കി മൃത്യു കേസേ ഹുയി. അത് വളരെ ഒരു ട്രാജിക്കാണ്. സോനാക്കി മൃത്യു അതെങ്ങനെയായത്? महादेवी वर्मा ग्रीष्मावकाश में कहाँ जाती है? हरिद्वार जाती है और उस समय सोना अकेली पड़ जाती है तो उसे अकेलेपन में वो घर से बाहर भाग जाती थी അല്ലേ? അതുകൊണ്ട് ആ മാലി, ആ ഗാർഡനർ ഈ സോന നഷ്ടപ്പെടാതിരിക്കാൻ കയറിൽ കെട്ടി रस्सी में बांध कर रखता था. और एक दिन क्या हुआ, സോന ഇത് മറന്നിട്ട്, തന്നെ ബന്ധനത്തിലാക്കിയിരിക്കാന്ന് മറന്നിട്ട് ചാടി മുകളിലോട്ട് പതിവ് പോലെ ചാടും. അപ്പോൾ ഈ കയറിൻ്റെ ശക്തി കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയല്ലേ, താഴോട്ട് വലിച്ച് സോന പടോന്ന് വന്ന് വീണ് അങ്ങനെയാണ് മരിക്കുന്നത്. ഉസ്കി മൃത്യു ऐसे हुई. क्वेश्चन 23 സോന और महादेवी का संबंध. സോനയും മഹാദേവിയും തമ്മിലുള്ള എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പായിരുന്നു? വളരെ സ്നേഹമായിട്ടുള്ള റിലേഷൻഷിപ്പായിരുന്നു. സോന മഹാദേവി വർമ്മയുടെ മോളിൽ കൂടെ ചാടുമായിരുന്നു സന്തോഷം പ്രകടിപ്പിക്കാൻ. മഹാദേവി വർമ്മയുടെ പ്രസൻസ് സോനയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം മഹാദേവി വർമ്മയ്ക്ക് കാരണം എന്താണ്, വളരെ ചെറിയ പ്രായത്തിൽ പാൽക്കുപ്പിയിൽ പാല് കൊടുത്ത് വളർത്തിയതാണ് മഹാദേവി വർമ്മ. പിന്നീട് പറയുന്നുണ്ട്, മഹാദേവി ദേഷ്യപ്പെട്ടാലൊന്നും സോനയ്ക്ക് മനസ്സിലാവത്തില്ല. അതിൻ്റെ കണ്ണിങ്ങനെ തുറച്ചു നോക്കും, എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നതെന്നുള്ളൊരു ഭാവത്തിൽ. അപ്പോൾ അങ്ങനെയായിരുന്നു സോനയും മഹാദേവിയുടെ ഒരു റിലേഷൻഷിപ്പ്. പാർട്ട് സിയിൽ സോനാക്കി ജീവൻ ഗാഥാക്ക സംക്ഷിപ്ത വർണ്ണൻ. അത് പിന്നെ ഓൾമോസ്റ്റ് സോന ഹിർണിയുടെ സമ്മറി എഴുതേണ്ടി വരും. അത് നിങ്ങൾ ആ വീഡിയോസ് കണ്ടവർക്ക് വളരെ മനോഹരമായിട്ട് സോനയുടെ ആ ഒരു ജീവൻ ഗാഥ, സ്റ്റാർട്ടിങ്ങിൽ തൻ്റെ അമ്മ കൊല്ലപ്പെടുന്നതും വേട്ടക്കാർ കൊല്ലുന്നതും, അവിടുന്ന് സോന മഹാദേവിയുടെ വീട്ടിലെത്തുന്നതും, അവിടെ മഹാദേവിയുടെ ഹോസ്റ്റലിൽ കുട്ടികളായിട്ട് വളരെയധികം ഇടപെടുന്നതും, അവിടുത്തെ പൂച്ചയും പട്ടിയും എല്ലാവരുമായിട്ടും അങ്ങ് കൂട്ടാവുന്നതും, അതെല്ലാം നമുക്ക് എഴുതാം. ജീവൻ ഗാഥ ഫുൾ. അവസാനം സോന ഒറ്റപ്പെടുന്നതും, അല്പം യൗവനത്തിലെത്തുമ്പം വെളിയിലേക്ക് നോക്കി ഇങ്ങനെ തൻ്റെ കൂട്ടത്തിലുള്ളവരെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സോന, പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞ് ഒറ്റപ്പെട്ട സോന, അവസാനം ദാരുണമായി മരണമടയുന്ന സോന. അത് ഫുൾ. നെക്സ്റ്റ് സദാചാർ കാ താവീസ് ക്യോ ബനായാ ഗയ. സദാചാർ കാ താവീസ് വ്യംഗ്യമാണ്, സെറ്റയറാണ്. എഴുതിയിരിക്കുന്നത് ഹരിശങ്കർ പർസായി. ഇതിൽ ചോദ്യം എന്താണ്? സദാചാർ കാ താവീസ് ക്യോ ബനായാ ഗയ? രാജ്യ സെ ഭ്രഷ്ടാചാർ ഹട്ടാനെ കെ ലിയെ സദാചാർ കാ താവീസ് ബനായാ ഗയ. നാടിൽ നിന്ന് അഴിമതി തുടച്ചു മാറ്റാൻ വേണ്ടിയാണ് സദാചാർ കാ താവീസ് ഉണ്ടാക്കിയത്. 12th ക്വസ്റ്റ്യൻ, സദാചാർ കാ താവീസ് കിസ്നെ ബനായ? അത് വളരെ വ്യക്തമാണ്, വളരെ സിമ്പിൾ സ്റ്റോറിയാണ്. രാജാ കെ ആദേശ് കെ അനുസാർ സാധുവിനെ സദാചാർ കാ താവീസ് ബനായ. രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ഒരു സാധുവാണ് ഈ സദാചാർ കാ താവീസ് ഉണ്ടാക്കിയത്. മൂവിങ് ഓൺ ടു പാർട്ട് ബി, ക്വസ്റ്റ്യൻ 20, സദാചാർ കാ താവീസ് ബാന്ധനെ കെ ബാദ് ലോഗോ മേ ക്യാ പരിവർത്തൻ ആയ? ഈ തകിട് കെട്ടിയതിന് ശേഷം, സദാചാർ കാ താവീസ് കെട്ടിയതിന് ശേഷം ആൾക്കാരുടെ പെരുമാറ്റത്തിൽ എന്ത് മാറ്റമാണ് വന്നത്? വളരെയധികം മാറ്റം വന്ന് അവർ കൈക്കൂലി വാങ്ങിക്കുന്നത് അങ്ങ് ടോട്ടലി നിർത്തി. അതാണ് സദാചാർ കാ താവീസ് ബാന്ധനെ കെ ബാദ് ലോഗോ ने घूस लेना भ्रष्टाचार करना एकदम से ख़त्म कर दिया. പാർട്ട് സിയിൽ സദാചാർ കാ താവീസിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ചാപ്റ്റർ, നാഖൂൻ ക്യോं बढ़ते हैं. അതിൽ ക്വസ്റ്റ്യൻ 6, നാഖൂൻ കിസ്കാ പ്രതീക് है? എന്തിൻ്റെ പ്രതീകമാണ് ഈ നഖം? മനുഷ്യക്ക് പശുത കാ പ്രതീക് है. എഴുതിയിരിക്കുന്നത് ഹസാരി പ്രസാദ് ദ്വിവേദിയാണ്. ഈ നഖം എന്തിൻ്റെ പ്രതീകമാണ്? മനുഷ്യക്ക് പശുത അല്ലെങ്കിൽ പശുത്വ കാ പ്രമാൺ है. മനുഷ്യനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ ഒരു പ്രതീകമാണ് നഖങ്ങൾ. 15th ക്വസ്റ്റ്യൻ, लेखक के अनुसार मनुष्य नाखून क्यों काट देते हैं? ഇതൊരു ലളിത് നിബന്ധമാണ്. ഒരു ചെറിയ ഇഷ്യൂവിനെ ബേസ് ചെയ്ത് ഇങ്ങനെ എസ്സേ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് ലളിത് നിബന്ധ എന്ന് പറയുന്നത്. इसमें लेखक के अनुसार मनुष्य नाखून क्यों काट देते हैं? नाखून का काटना एक स्वनिर्धारित प्रक्रिया है.
जो ആത്മബന്ധൻ का फल है അതാണ് ലേഖക് പറയുന്നത്. നമ്മൾ ആത്മനിയന്ത്രണിൽ ആത്മബന്ധനിലിരിക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ് നാഖൂൻ കാ കാटना. जो मनुष्य को चरितार्थता की ओर ले जाता है. नाखून काटने की प्रवृत्ति मनुष्यता की निशानी है. नाखून क्यों काटता है मनुष्य, वो मनुष्यता की निशानी है नाखून का काटना, और मनुष्य को चरितार्थता की ओर ले जाता है. पार्ट बी क्वेश्चन 19, पुराने ज़माने में लोग नाखून कैसे बढ़ाते थे. പാർട്ട് ബിയിൽ ക്വസ്റ്റ്യൻ 19 പഴയ കാലഘട്ടത്തിൽ മനുഷ്യർ എങ്ങനെയൊക്കെയാണ് നഖം വളർത്തിയിരുന്നത്. അത് ഒരു വാത്സ്യായൻ്റെ കാമസൂത്രനെ കോട്ട് ചെയ്ത് ഹസാരി പ്രസാദ് ദ്വിവേദി പറയുന്നുണ്ട്. പുരാനെ ജമാനെ മേ നാഖൂൻ കാട്ടനെ കി കല കാഫി മനോരഞ്ജക് ബത്തായി ഗയി ഹെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് ഏതൊക്കെ രൂപത്തിലായിരുന്നു? ത്രികോൺ, വർത്തുലാकार, ചന്ദ്രാकार, ദന്തുൽ ആദി വിവിധ ആകൃതിയോं के नाखून उन दिनों के नागरिक കാട്ടത്തെ थे. ത്രികോണാകൃതിയിൽ, ഓവൽ ഷേപ്പിൽ, ചന്ദ്രൻ്റെ ഷേപ്പിൽ, പല്ലിൻ്റെ ഷേപ്പിൽ, അങ്ങനെ പല ഷേപ്പിൽ അവർ വെട്ടുമായിരുന്നു. ഓക്കെ, മൂവിങ് ഓൺ ടു പാർട്ട് സി. നാഖൂൻ ക്യോं बढ़ते हैं ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല പാർട്ട് സിയിൽ. അങ്ങനെ നമ്മൾ ഈ ഹോൾ ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്തിരിക്കുകയാണ്. പാർട്ട് സിയിൽ നോക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻ ഗദ്യതാരയിൽ നിന്നാണ്, 2 എസ്സേ, 2 എണ്ണം സക്കുബായിൽ നിന്നാണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ, അവർ കഴിഞ്ഞ വർഷത്തെ 2019 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശവയാത്രനെ ബേസ് ചെയ്താണ്. കല്ലൻ की माँ के समय भी ऐसे ही समस्या आई थी. कल्लन की माँ की मृत्यु होने पर कौन सी समस्या आई थी. എന്ത് പ്രോബ്ലമാണ്? കല്ലൻ്റെ അമ്മ മരിച്ചപ്പോഴും, എന്നുവെച്ചാൽ സുർജയുടെ വൈഫ് മരിച്ചപ്പോഴും ഇതേപോലെ ഇഷ്യൂ ഉണ്ടായി. എന്താണ് അവിടെ ഇഷ്യൂ ഉണ്ടായത്? അവർ എല്ലാവരെയും ദഹിപ്പിക്കുന്ന സ്ഥലത്ത് ബോഡി സംസ്കാരം നടത്താൻ സമ്മതിക്കുന്നില്ല. കാരണം ഇവർ ബലഹാർ കുടുംബത്തിൽപ്പെട്ടവരാണ്, ഇവർ അൺടച്ചബിൾസാണ്, ഇവരെ അടുപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് മരിച്ച ശേഷം ഈ ബോഡി ദഹിപ്പിക്കാൻ ഇവർക്ക് കിലോമീറ്ററുകളോളം നടന്ന്, അതും എല്ലാ സാധനങ്ങളും, അതിൻ്റെ വിറകും അതിന് വേണ്ട ക്രിയകൾ ചെയ്യേണ്ടതെല്ലാം പൊക്കിയെടുത്തുകൊണ്ട് പോകേണ്ടി വരുന്നു. അപ്പോൾ അതാണ് ഈ സെയിം സമസ്യ കല്ലൻ കി മാ കി മൃത്യു കെ സമയ ഭി ഹുയി थी. പിന്നീട് ക്വസ്റ്റ്യൻ 3, कल्लू क्यों अपने पिता को अपने साथ दिल्ली ले जाना चाहता है. കല്ലു അല്ലെങ്കിൽ കല്ലൻ രണ്ടും സെയിം പേഴ്സൺ ആണ്. കല്ലു എന്ന വാക്ക് തന്നെ കർത്തവൻ എന്നാണ്. കാല, അതിൽ നിന്നാണ് ഈ കല്ലു. അവരുടെ പേരുകളും അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം വരാൻ വേണ്ടിയാണ് അയാൾ കല്ലൻ എന്ന സ്വയം പേര് മാറ്റിയത്. ആ പയ്യൻ കല്ലൻ എന്നറിയപ്പെടാനായിരുന്നു അയാൾക്ക് ഇഷ്ടം. പക്ഷേ നാട്ടുകാർ അയാളെ കല്ലുവിനെ വിളിക്കുകയുള്ളായിരുന്നു. അപ്പോൾ കല്ലു തൻ്റെ അച്ഛനെ ഡൽഹിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം ഈ ഗ്രാമത്തിൽ വരുമ്പം കല്ലു വളരെ ഒറ്റപ്പെടൽ അനുഭവപ്പെടുമായിരുന്നു. കല്ലുവിന് ഈ ഗ്രാമത്തിൽ വരുമ്പം കല്ലന് വളരെയധികം ഒറ്റപ്പെടൽ അനുഭവപ്പെടുമായിരുന്നു. कोई उनसे बात नहीं करता था, पढ़े लिखे लोग भी बात नहीं करते थे. तो दिल्ली में സിറ്റുവേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം ടൗണിലും സിറ്റീസിലും കുറച്ചുകൂടെ ലിബറലാണ്. ആൾക്കാരുടെ ജാതി നോക്കിയല്ല എല്ലാ കാര്യങ്ങളും അവിടെയും ഉണ്ട്. എന്നിരുന്നാലും കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കല്ലുവിന് ഈ ഗ്രാമം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. वो अपने पिता सुरजा को दिल्ली ले जाना चाहता था. ओके, सो नेक्स्ट പാർട്ട് ബിയിൽ നോക്കാം. ശവയാത്രനെ ബേസ് ചെയ്ത് 19th ക്വസ്റ്റ്യൻ, ശവയാത്ര കഹാനി മേ അഭിവ്യക്ത സാമാജിക് സമസ്യാവും കാ ഉല്ലേഖ് കീജിയെ. അത് നമ്മൾ കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ശവയാത്ര കഥയിൽ സാമാജിക് സമസ്യ എന്താണ്? ജാതി ഭേദ് കി സമസ്യയാണ്. അതാണ് ആ സ്റ്റോറി ഫുൾ പറയുന്നത്. അത് എഴുതുക. 23rd ക്വസ്റ്റ്യൻ, ശവയാത്ര കെ കല്ലൻ കാ പരിചയ ദീജിയെ. അപ്പോൾ കല്ലനെ പറ്റി പറയണം. അത് ആദ്യം തൊട്ട് പറയണം. കല്ലൻ കാ നാം കല്ലു ഥാ, പിന്നെ वो घर से भाग गया था बचपन में, वो दिल्ली में, അതെല്ലാം കല്ലൻ്റെ കാര്യങ്ങൾ. കല്ലൻ്റെ പരിചയം, അയാളുടെ വൈഫിൻ്റെ പേര്, അയാളുടെ വൈഫ് സരോജ്, പടി ലിഖി थी, പിന്നെ അവർക്ക് 2 മക്കൾ. അങ്ങനെ കല്ലനെ പറ്റിയുള്ള എല്ലാ പരിചയം ഇതിൽ കൊടുക്കാം. അത്യാവശ്യം എഴുതണം, ഷോർട്ട് ആൻസറാണ്.
ഓക്കെ, പാർട്ട് സിയിലെ ഒരു ക്വസ്റ്റ്യൻ, ശവയാത്ര കഹാനിക്ക് സമീക്ഷ കീജിയെ. സ്റ്റോറിയുടെ സമീക്ഷയാണ്. കഹാനിക്ക് സമ്മറി, സാരാംശ് ലിഖനായും സമീക്ഷ കീജിയും അല്പം ഡിഫറൻസ് ഉണ്ട്. സാരാംശം എന്ന് പറയുമ്പോൾ അതിൻ്റെ ജസ്റ്റ് സ്റ്റോറി ഔട്ട്ലൈൻ എഴുതിയാൽ മതി. സ്റ്റോറി എന്താണെന്നുള്ളത് ഷോർട്ടായിട്ട് എഴുതുന്നതിനാണ് സാരാംശം എഴുതുക എന്ന് പറയുന്നത്. സമീക്ഷ ചെയ്യുക എന്ന് വെച്ചാൽ ആ സ്റ്റോറി എന്തിനെ ബേസ് ചെയ്താണ്? ദളിത് ചേതനനെ ബേസ് ചെയ്താണ്. അപ്പം നമ്മളൊരു ക്രിട്ടിക്കൽ തിങ്കിങ് ആ സമീക്ഷയിൽ വേണം. നമ്മുടെ ആംഗിളിൽ ചില കാര്യങ്ങൾ, സാരാംശം എഴുതുമ്പോൾ, സമ്മറി എഴുതുമ്പോൾ നമുക്ക് ആ കഥ അതുപാട് എഴുതിയാൽ മതി. സാരാംശം എഴുതുമ്പോൾ നമ്മൾ ആ കഥ അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. പക്ഷേ സമീക്ഷ ചെയ്യുമ്പം സമൂഹത്തിൽ നടക്കുന്ന ഈ ജാതി വ്യവസ്ഥ, അതിനെപ്പറ്റിയുള്ള ആ ദളിത് റൈറ്ററിൻ്റെ ആ ഒരു തിങ്കിങ്, ഈ സ്റ്റോറി എഴുതുന്നതിന് പിന്നിലുള്ള പ്രചോദനം, സമൂഹത്തിൽ ഇത് വായിക്കുമ്പം ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കേൾക്കുന്നവർക്കെങ്കിലും അത് നാണക്കേട് തോന്നുക, ഇനിയെങ്കിലും ഇങ്ങനെ ഒരു കുട്ടിയുടെ മരണം ഉണ്ടാവാൻ പാടില്ല, ഈ ജാതിയുടെ തൊട്ടുകൂടായ്മ, ഈ ഒരു കാസ്റ്റ് സിസ്റ്റം, അതിൻ്റെ ഭീകര രൂപമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമീക്ഷ ചെയ്യുമ്പം ആദ്യം അതിൻ്റെ കഥയുടെ സാരാംശം എഴുതിയിട്ട് അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ, നിങ്ങളുടേതായ പോയിൻ്റ് ഓഫ് വ്യൂ കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ സദാചാർ കാ താവീസിനെ ബേസ് ചെയ്താണ്. ഒരു ഡയലോഗ് തന്നിട്ട് ഇത് ഏത് സ്റ്റോറിയിൽ നിന്നാണ്, ഇതിൻ്റെ രചനാക്കാരാരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഹിൻ്റായിട്ട് എടുത്താൽ നമ്മൾ എല്ലാ ഓതേഴ്സിൻ്റെ പേരും നമ്മൾ പഠിച്ചിരിക്കണം തീർച്ചയായിട്ടും. അത് ഇതുപോലെ സിമിലറായിട്ടുള്ള മറ്റ് ചാപ്റ്റേഴ്സിൽ നിന്നും ചോദിക്കാം. हुजूर वह हमें नहीं दिखेगा, सुना है वह बहुत बारीक होता है, यह प्रसंग किस रचना का है? सदाचार का तावीज़ाണ് രചന. രചനാക്കാർ ആരാണ്? വ്യംഗ്യക്കാർ, ഹാസ്യ വ്യംഗ്യക്കാർ ഹരിശങ്കർ परसाई जी. ഓക്കെ, സോ पार्ट ए തന്നെ सिक्स्थ क्वेश्चन, सदाचार के तावीज़ का परीक्षण पहले पहल किस जानवर पर किया गया और उसका परिणाम क्या था? 2 पार्ट क्वेश्चंस ആണ്. കിസ് ജാൻവർ പർ കിയാ ഗയ, കുത്തെ പർ കിയാ ഗയ. ആദ്യം അതിനെ പരീക്ഷിച്ചത്, തകിട് കെട്ടിയത് നായ്ക്കളിലാണ്. ഓർ ഉസ്കാ പരിണാം ക്യാ ഥാ, അതിൻ്റെ റിസൾട്ട് എന്താണ്? എൻഡ് റിസൾട്ട്, കുത്ത ഭി റോട്ടി നഹി ചുറാത്ത ഥാ ക്യോങ്കി കുത്ത ഭി സദാചാരി ഹോ ഗയ. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു പാർട്ട് ബി, സദാചാർ കാ താവീസ് കാ വ്യംഗ്യ സംജായിയെ. 18th ക്വസ്റ്റ്യൻ, അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സദാചാർ കാ താവീസ് കാ വ്യംഗ്യ, അതിൽ എന്താണ്? അത് വെറും ഒരു ഹാസ്യരചനയല്ല, അതൊരു വ്യംഗ്യമാണ്. സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെ അതിൽ ഒരുപാട് വ്യംഗ്യ പറയുന്നുണ്ട്. ഓരോന്നായിട്ട് എടുത്തെടുത്ത് പറയണം. ഒന്ന്, രാജാവ്, ഒരു വിഡ്ഢിയായ രാജാവ്, രാജാവിനെ സോപ്പിടുന്ന കുറേ ദർബാറികൾ. അതിൽ പറയുന്നുണ്ടല്ലോ, രാജാ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭ്രഷ്ടാചാർ കാണുന്നുണ്ടോ? അപ്പോൾ ദർബാരികൾ പറയുന്നത്, ഹുജൂർ ജോ ആപ്കോ നഹി ദിഖ്താ വോ ഹമേ कैसे दिखेगा, ഹമാരി ആँखें तो आपकी विशालता देखने की आदी है. താങ്കൾക്ക് കാണാൻ പറ്റാത്തത് ഞങ്ങൾക്ക് എങ്ങനെ കാണാനാണ്? അങ്ങനെ രാജാവിനെ സോപ്പിടുന്ന കുറേ ദർബാരികൾ. പിന്നീട് എല്ലായിടവും അഴിമതിനെ മാറ്റാൻ ഈ വിഡ്ഢിയായ രാജാവ്, അഴിമതി മാറ്റാൻ ഒരു കമ്മിറ്റി വെച്ച്, കമ്മിറ്റി കണ്ടുപിടിച്ചത് കുറേ മാസങ്ങളെടുത്ത് കമ്മിറ്റി റിപ്പോർട്ട് വെച്ചതിൽ എന്താണ്? ഈ ഒരു കോൺട്രാക്റ്റ് എന്ന വ്യവസ്ഥ ഉള്ളത് കാരണമാണ് അഴിമതി ഉണ്ടാവുന്നത്. അതിന് നേരെ വിപരീതമായി രാജാവ് ചെയ്തത് എന്താണ്? സാധുവിന് കോൺട്രാക്റ്റ് കൊടുക്കുന്നു. തകിടുണ്ടാക്കാനുള്ള, ഒരു ഫാക്ടറി ഉണ്ടാക്കാനുള്ള കോൺട്രാക്റ്റ് തന്നെ കൊടുക്കുന്നു. അങ്ങനെ ഖജനാവിൻ്റെ കാശ് വെറുതെ വേസ്റ്റ് ആവുന്നു. അതൊക്കെയാണ് അതിൻ്റെ സദാചാർ കാ താവീസിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യംഗ്യം. പാർട്ട് സിയിൽ സദാചാർ കാ താവീസിനെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യനും ഇല്ല. പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ സോനായെ ബേസ് ചെയ്താണ്. ലേഖിക കെ മൻ മേ സോന കി അച്ചാനക് സ്മൃതി ആനെ കാ ക്യാ കാരൺ ഹെ. ലേഖികയുടെ മനസ്സിൽ പെട്ടെന്ന് സോന മരിച്ചുപോയി, സോനയുടെ ഓർമ്മ വരാൻ കാരണം എന്താണ്? അതാണ് ആ ഒരു ഒരു കത്ത് വരുന്നു ലേഖികയ്ക്ക്. ആരുടെ കയ്യിൽ നിന്നാണ് കത്ത്? ആരുടെ കത്താണ്? ഡോക്ടർ ധീരേന്ദ്രനാഥ് ബസുവിൻ്റെ കൊച്ചുമകൾ സുസ്മിതാനെ ലിഖാ ഹെ ഖത്ത്. അതിൽ സുസ്മിത ആവശ്യപ്പെടുന്നു, എൻ്റെ കയ്യിലൊരു മാൻപേട ഉണ്ട്, അതൊരു കൊച്ചു മാനാണ്, അത് ഞാൻ താങ്കളൊന്ന് അതിനെ ശുശ്രൂഷിക്കുമോ? കാരണം വേറെ ആരെയും വിശ്വസിച്ചേൽപ്പിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ആ ഒരു മാനിൻ്റെ ഒരു ഇൻസിഡൻറ്റ് കത്തിൽ പറഞ്ഞപ്പോഴാണ് ലേഖികാക്കോ അച്ചാനക് സോന കി സ്മൃതി ആ ജാത്തി ഹെ. നയൻത്ത് ക്വസ്റ്റ്യൻ സോന മഹാദേവി കെ ഘർ കേസെ പहुंचे. അത് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടതാണ്.
എങ്ങനെ അവിടെ ഡിസ്കസ് ചെയ്തതാണ് എങ്ങനെയാണ് സോന മഹാദേവിയുടെ വീട്ടിൽ എത്തിയെന്നുള്ളത്. പാർട്ട് ബി സോന കി മൃത്യു कैसे हुई, അതും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പാർട്ട് സിയിൽ സോന ഹിർണി കാ സാരാംശ് ലിഖിയെ, വളരെ സിമ്പിൾ എസ്സേ ആണ്. ആ സോന ഹിർണിയുടെ ഫുൾ സ്റ്റോറി നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നാഖൂൻ ക്യോं बढ़ते हैं എന്ന ചാപ്റ്ററിൽ 5th ക്വസ്റ്റ്യൻ പാർട്ട് എയിൽ नाखून क्यों बढ़ते हैं निबंध के लेखक की दृष्टि में ഇൻഡിപെൻഡൻസ് ഓർ സ്വാധീനത മേ ക്യാ അന്തർ ഹെ. അത് അതിൽ എടുത്ത് പറയുന്നുണ്ട്. ഈ ഇൻഡിപെൻഡൻസ് എന്ന വാക്കും സ്വാധീനത എന്ന വാക്കും, ഇൻഡിപെൻഡൻസ് ഒരു ഇംഗ്ലീഷ് വേർഡാണ്, അതിൻ്റെ പ്രോപ്പർ ട്രാൻസ്ലേഷൻ സ്വാധീനത ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ലേഖക് ഹസാരി പ്രസാദ് ദ്വിവേദി പറയുന്നത് ഇൻഡിപെൻഡൻസ് ഓർ സ്വാധീനത മേ കാഫി അന്തർ ഹെ. അദ്ദേഹം പറയുന്നത് ഇൻഡിപെൻഡൻസ് കാ മീനിങ് ഹോനാ ചാഹിയെ അനധീനത. സ്വാധീനത എന്ന് പറയുമ്പം അദ്ദേഹം പറയുന്നത് സ്വ അധീൻ, സ്വന്തത്തിൻ്റെ സ്വയം കൺട്രോൾ നിൽക്കുക എന്നുള്ളൊരു മീനിങ് ആണ് സ്വാധീനതയിൽ വരുന്നത്. അതും ഇൻഡിപെൻഡൻസും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ടെന്നാണ് ഹസാരി പ്രസാദ് ദ്വിവേദി പറയുന്നത്. ഇൻഡിപെൻഡൻസ് മീൻസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ എനി വൺ. പക്ഷേ സ്വാധീനതയുടെ മീനിങ് വരുന്നത് സെൽഫ് കൺട്രോളിൽ നിൽക്കുക. അപ്പോൾ അദ്ദേഹം അതിൽ പല വേർഡ്സും പറയുന്നുണ്ട്. നമ്മൾ സ്വരാജ്യ, സ്വതന്ത്രത, സ്വാധീനത ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മളെപ്പോഴും സ്വാതന്ത്ര്യം ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് ആഘോഷിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മുടെ വാക്കുകളിൽ ഈ വേർഡ്സൊക്കെ വന്നു കൂടുന്നത്. അത് ഇൻഡിപെൻഡൻസിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ പാർട്ട് ബിയിൽ പാർട്ട് ബിയിൽ നാഖൂൻ ക്യോं बढ़ते हैं എന്നുള്ള ചോദ്യങ്ങളൊന്നും തന്നെ ഇല്ല. പാർട്ട് സിയിൽ नाखून क्यों बढ़ते हैं निबंध में अभिव्यक्त विचारों का उल्लेख कीजिए. അതല്പം ഡ്രൈ എസ്സേ ആണ്. അത് മാക്സിമം നിങ്ങൾ ബാക്കി എളുപ്പമുള്ളതൊക്കെ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിരുന്നാലും എഴുതേണ്ടവർക്ക് നാഖൂൻ ക്യോं बढ़ते हैं അതിൽ എന്ത് അഭിപ്രായമാണ് ലേഖക് പറയുന്നത് തുടക്കം മുതൽ എഴുതാം അല്ലേ. ആ ഒരു ചോദ്യം ഒരു ബാലിക ചോദിക്കുന്നു, ഒരു കൊച്ചുകുട്ടി ചോദിക്കുന്ന ചോദ്യം വളരെയധികം ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. നാഖൂൻ എന്തുകൊണ്ടാണ് बढ़ते हैं? അത് മനുഷ്യരുടെ ഉള്ളിലെ മൃഗങ്ങളുടെ പ്രതീകമാണ്, നമ്മുടെ ഉള്ളിലെ പശുത്വത്തിൻ്റെ പ്രതീകമാണ്. അതിനെ നമ്മൾ മനുഷ്യർ അതിനെ നിരന്തരം വെട്ടുന്നത്, നമ്മളതിനെ ടൈം ചെയ്യുന്നത്, നമ്മൾ ആ ഒരു മൃഗീയ സ്വഭാവം ഓവർകം ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മളിലെ ഉള്ളിലെ ഹ്യൂമാനിറ്റി നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ബോധപൂർവം നഖങ്ങൾ വെട്ടുന്നത്. പിന്നീട് അയാൾ ഇൻഡിപെൻഡൻസും സ്വാധീനതയും തമ്മിലുള്ള വേർഡ്സിനെ പറ്റി പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഈ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി, നഖം വെട്ടിയാൽ മാത്രം പോരാ, നമ്മളൊരു വശത്ത് ഒരുപാട് അസ്ത്രശസ്ത്ര ആയുധങ്ങൾ, നമ്മുടെ ഓരോ രാജ്യവും ആയുധങ്ങൾ ശേഖരിക്കാൻ വെമ്പൽ കൊള്ളുന്നു, അതും ഇല്ലാതാക്കണം. നഖം വെട്ടിയാൽ മാത്രം നമ്മുടെ പശുത്വം മാറത്തില്ല. നമ്മുടെ ഹ്യൂമൻ സെൽഫ് പുറത്തു വരണമെങ്കിൽ നമ്മൾ ആയുധങ്ങൾ ശേഖരിക്കുന്ന ഈ ഒരു സ്വഭാവവും ഇല്ലാതാക്കണം. അങ്ങനെ നാഖൂൻ ക്യോं बढ़ते हैं ഒരുപാട് അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിനെപ്പറ്റിയെല്ലാം ഇതിൽ വിശദമായിട്ട് എഴുതണം. അത് എഴുതുമ്പോൾ ഒരുപാട് എഴുതേണ്ടി വരും. പക്ഷേ അതിനെയൊക്കെ സിമ്പിളായിരിക്കും. ശവയാത്ര കഹാനി കി സമീക്ഷയും സോന ഹിർണി കാ സാരാംശും സക്കുബായി നാടക് മേ ചിത്രിത് സമസ്യ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം മറ്റ് ക്വസ്റ്റ്യൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, നൗ ഹരി ബിന്ദിയിൽ ചോദിച്ചിരിക്കുന്നത് राजन के दिल्ली चले जाने पर हरी बिंदी की नायिका क्यों खुश हो जाती है? वो इसलिए खुश हो जाती है कि वो अपने तरीके से उठ सकती है, अपने समय लेकर वो सो सकती है, अपने हिसाब से ड्रेस कर सकती है, अपने हिसाब से जी सकती है, उसे एक दिन के लिए ही सही, इसलिए वो खुश हो जाती है. 11th क्वेश्चन हरी बिंदी ने बेस ചെയ്താണ്. उसे लगा जीवन में पहली बार वह ऐसे इंसान के साथ बैठी है जो यह नहीं जानना चाहती कि उसके पति है या नहीं. यह प्रसंग किस रचना का है? അത് ഹരി ബിന്ദിയിൽ നിന്നാണ്. इसका रचनाकार എന്ന് ചോദിച്ചിരിക്കുന്നുണ്ടോ? रचनाकार मृदुला गर्ग. ओके, पार्ट बी 17th क्वेश्चन हरी बिंदी कहानी की नायिका की मानसिकता पर प्रकाश डालिए. എങ്ങനെയായിരുന്നു മെൻറ്റാലിറ്റി ഹരി ബിന്ദിയിലെ നായികയുടെ? हरी बिंदी की नायिका की मानसिकता, बात बात पर राजन उसके जीवन में दखल देता था शायद.
उसके जीवन को कंट्रोल करता था. അവൾക്ക് വലിയ കമ്മലുകൾ ഇടുന്ന വളരെ ഇഷ്ടമായിരുന്നു, ബടി ബടി ബാലിയ. പക്ഷേ രാജൻ അത് കളിയാക്കുമായിരുന്നു. അവൾക്ക് ഒരു പർട്ടിക്കുലർ സിനിമ കണ്ടിട്ട് ചിരിക്കുന്നത്, ഒരു ഫണ്ണി ക്യാരക്ടേഴ്സിൽ വെറുതെ വലിയ ഗഹനമായ അർത്ഥമുള്ള സിനിമയല്ല, പക്ഷേ വെറുതെ ഇങ്ങനെ ചിരിക്കുന്നത് ഇഷ്ടമായിരുന്നു. അത് അയാൾക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അയാളുടെ ഒരു ഇടപെടൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. इसके कारण उसकी मानसिकता पर क्या प्रभाव पड़ा? वो चाहती थी कि वो अपनी ज़िंदगी खुद जिए, अपने तरीके से जिए. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബന്ധനം വരുമ്പോഴാണ്, അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടിയാണ് വെറുതെ അർത്ഥമില്ലാതെ അവൾ ഇറങ്ങി തിരിച്ചത്. പൊതുവേ സ്ത്രീകൾ അങ്ങനെ ഒരു ആവശ്യമില്ലാതെ, ഒരു പർപ്പസ് ഇല്ലാതെ വെളിയിൽ ഇറങ്ങേണ്ട കാര്യമില്ല, ഇറങ്ങാറുമില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും വെളിയിൽ ഇറങ്ങുന്നത്. പക്ഷേ അന്ന് ഹരി ബിന്ദിക്ക് നായിക തൻ്റെ ഹസ്ബൻഡ് വീട്ടിലില്ലാത്തത് കാരണം ഒരു ലക്ഷ്യവുമില്ലാതെ റോഡിലേക്ക് ഇറങ്ങി ഒരു ടാക്സിയിൽ കൈ കാണിച്ചു. എവിടേക്ക് പോകണ്ടെന്ന് അറിയില്ല. പിന്നെ വെറുതെ ഒരു ആർട്ട് ഗാലറി എന്ന് പേര് പറഞ്ഞു. അവിടുന്ന് പിന്നെ ഒരു സിനിമാ തിയേറ്ററിലേക്ക് പോയി, തനിക്ക് ഇഷ്ടമുള്ള സിനിമ കണ്ടു, കാപ്പി കുടിച്ചു. അങ്ങനെ പതിവായിട്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് അന്ന് ആ ഒരു സ്ത്രീ ചെയ്തത്. അത് അവരുടെ മാനസികതയാണ് കാണിക്കുന്നത്. ഓക്കെ, പാർട്ട് സിയിൽ നോ ക്വസ്റ്റ്യൻസ് ഫ്രം ഹരി ബിന്ദി. ഈ രണ്ട് ടെക്സ്റ്റിൻ്റെയും ഗദ്യതാര ആൻഡ് സക്കുബായി വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ പ്ലേലിസ്റ്റിലേക്ക് ദയവ് ചെയ്ത് പോവുക. പ്ലേലിസ്റ്റിൽ നമ്മൾ ക്ലിയറായിട്ട്, പലർക്കും ഒരുപക്ഷെ പ്ലേലിസ്റ്റ് അറിയില്ല എന്ന് തോന്നുന്നു. ഈ ഓരോ ടെക്സ്റ്റിനും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗദ്യതാരയുടെ എല്ലാ വീഡിയോസും 23 വീഡിയോസ് ഉണ്ട്, ഇതുൾപ്പെടെ 24. അപ്പോൾ ഗദ്യതാരയുടെ 24 വീഡിയോസും നിങ്ങൾക്ക് എളുപ്പം അക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സക്കുബായിയുടെ ടോട്ടൽ 11 വീഡിയോസ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ്, സക്കുബായിക്ക് തന്നെ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഹോം പേജ്. ഹോം പേജിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റുകളെല്ലാം വരും. അപ്പോൾ ഈസി ആയിട്ട് അക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. എല്ലാവരും എക്സാമിന് എന്നാ നടക്കുന്നതെന്നുള്ളൊരു ഊഹമില്ല. കോവിഡ് ഇങ്ങനെ തീവ്ര ഇതിലേക്ക് വരികയാണ്. പിന്നെ ഞാൻ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ ഇപ്പോഴൊക്കെ അങ്ങ് ഡിപ്രഷനാണ്. എന്തിനാ ഈ വീഡിയോ ചെയ്യുന്നതെന്നുള്ളൊരു ധാരണ മനസ്സിൽ വന്നു തുടങ്ങി. എന്നാലും ചെയ്യാതിരുന്നാൽ ആകെ ഡിപ്രഷനാണ്. അതുകൊണ്ട് ചെയ്തു. നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ. എക്സാമിന് ബെസ്റ്റ് ഓഫ് ലക്ക്.